പറഞ്ഞത് ശരിയാണെങ്കിൽ ശരിയാണ്. അയാൾക്ക് നുണ പറയേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ സൂക്ഷിക്കുകയാണ് വേണ്ടത്. ഇത് ഞാൻ അന്നേ പറയുന്നതല്ലേ. അപ്പൊ നിനക്കായിരുന്നല്ലോ എതിരഭിപ്രായം. നീല് മനസ്സ് മാറ്റുക. ഇപ്പൊ നീലിന്റെ ഉള്ളിൽ അവളേ ഉള്ളൂ, സ്വാതി. വിഷമിക്കരുതെന്ന് ഞാനിനി പറയില്ല. പക്ഷെ വിഷമിച്ചതുകൊണ്ട് ഇനി എന്താ പ്രയോജനം? നീലിനെ പഴയതുപോലെ ആക്കിയെടുക്കേണ്ട വഴികളാ ഇനി നമ്മൾ നോക്കേണ്ടത്. എന്തു വഴി? അത് കണ്ടുപിടിക്കണം. നിന്നെ കൊണ്ടത് പറ്റുമോ? പറ്റില്ല. കാരണം അങ്ങനൊരു വഴിയില്ല എന്നുള്ളതാ സത്യം. ഇങ്ങനെ ആത്മവിശ്വാസം കളയുന്ന വർത്തമാനം പറയില്ലേ വേദ. ഞാൻ പറയുന്നതാണോ കുറ്റം? പിന്നെ ഞാൻ പറയുന്നതാണോ? ഒരു കാര്യം വേദ മനസ്സിലാക്കണം. നീലിന് ഇങ്ങനൊരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ആരുടെ കഴിവുകേട് കൊണ്ട് സംഭവിച്ചതല്ല, അവളുടെ മിടുക്കൊണ്ട് സംഭവിച്ചത്. അവൾക്ക് അങ്ങനെ പെരുമാറാൻ അവസരം ഉണ്ടാക്കി കൊടുത്തത് വേദയുടെ വീട്ടുകാരാ. അത് ഞാൻ സമ്മതിക്കുന്നു. എന്റെ വീട്ടുകാർ കാണിച്ച മണ്ടത്തരം കൊണ്ടാ ഇതൊക്കെ ഞാൻ അനുഭവിക്കുന്നത്. വീട്ടുകാരുടെ പക, ആക്രമണം. പക്ഷേ മണ്ടത്തരം ഞാൻ മാത്രമല്ലല്ലോ, നീലും കാണിച്ചില്ലേ? ആ നാരായൺജിയെ നീല് കണ്ണുടച്ച് വിശ്വസിച്ചില്ലേ? തെറ്റ് എല്ലാവരുടെയും ഭാഗത്തുണ്ട്. നിഷ്പക്ഷമായിട്ട് ചിന്തിച്ച തെറ്റ് ചെയ്യാത്ത ഒരാളേ ഉള്ളൂ, സ്വാതി. അപ്പൊ ഞാനോ? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത്. വേറൊരു പെണ്ണിന്റെ ഭർത്താവിനെ ആഗ്രഹിക്കുന്നത് തെറ്റ് തന്നെയാ. പിന്നെ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് സ്വാതി എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്ന് പുറത്താക്കണം എന്നുള്ളതുകൊണ്ടാ. അപ്പൊ ഞാനാണ് കുറ്റക്കാരി എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. എന്തെങ്കിലും സംഭവിക്കുമ്പോ അത് എന്റെ തെറ്റുകൊണ്ട് സംഭവിച്ചതാണെന്ന മട്ടിലുള്ള പെരുമാറ്റം അത് ഒഴിവാക്കണമെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. നമ്മൾ കൂടുതൽ യോജിച്ച് നിൽക്കേണ്ട സമയം ഇപ്പോ. നമ്മൾ പരസ്പരം കുറ്റപ്പെടുത്തിയ അതുകൊണ്ടുള്ള പ്രയോജനം കിട്ടുന്നത് സ്വാതിക്ക് തന്നെയായിരിക്കും. ഞാൻ എന്ത് ചെയ്യണം ഗൗരി പറ? കാത്തിരിക്കണം. ആശുപത്രിയിൽ നിന്ന് നീലി വീട്ടിലേക്ക് വന്നോട്ടെ. വേണ്ടതുപോലെ ഞാൻ ചെയ്തോളാം. അറിയാലോ എന്റെ ഏഷണയുടെ ശക്തി. അത് ഞാൻ പുറത്തെടുത്തോളാം. ഇനി നടക്കാൻ പോകുന്നത് വേദയുടേതെന്നും സ്വാതിയുടേതെന്നും കരുതുന്ന ഒരാളെ പിടിച്ചെടുക്കാനുള്ള യുദ്ധമാണ്. വല്ലിച്ചൻ ഇങ്ങനെ ഏത് നേരം പത്രം വായിച്ചോണ്ടിരുന്നോ? ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ വല്ലതും അറിയുന്നുണ്ടോ? എന്താ പ്രശ്നം? ഞാൻ രാവിലെ കഴിച്ചത് എന്താണെന്ന് അറിയോ? പഴങ്കഞ്ഞി. ആണോ? നിന്റെ ഭാഗ്യം. വലിച്ച കണ്ട പിച്ചക്കാര് കഴിക്കുന്ന സാധനം ഈ പഴങ്കഞ്ഞി. ഞാൻ അത്രയ്ക്ക് കൺട്രിയാണോ? രാവിലെ എഴുന്നേറ്റപ്പോ ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അവരവർക്ക് വേണ്ടത് അവരവരുണ്ടാക്കി കഴിച്ചോണോന്ന്. എന്നാ ഉണ്ടാക്കി കഴിക്കാൻ ചെന്നപ്പോ അതും കൂടെ അവളെടുത്തെങ്ങ് കഴിച്ചു. ഇതെന്താ റാഗിങ്ങോ? ഈ റാഗിങ് ഇന്നത്തോടെ അവസാനിപ്പിക്കണം. നീ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവണില്ല. ആദ്യം ഈ കുന്ത് മുമ്പിൽ നിന്നെടുത്തെങ്ങ് കളാ, അപ്പൊ എല്ലാം മനസ്സിലാവും. ശരി, ഇനി പറ, എന്താ നിന്റെ പ്രശ്നം? ആ സ്വാതിയെ നിലയ്ക്ക് നിർത്തണം. അവളിപ്പോ നിലത്തല്ലേ നിൽക്കുന്നേ? അല്ല, അവളിപ്പോ തോന്നിവാസം കാണിക്കുക. എല്ലാവരും ഇപ്പൊ അവളുടെ സൈഡാ. വല്ലിച്ച മാത്രമുള്ളൂ എന്റെ ഭാഗത്ത്. പറ, ഞാൻ എന്താ വേണ്ടേ? അവളോട് പറയണം എന്നെ കൊണ്ട് പണിയൊന്നും ചെയ്യിപ്പിക്കരുതെന്ന്. അതെങ്ങനെ പറയാൻ പറ്റും മോളെ? ഒരു വീടാവുമ്പോ എല്ലാരും സഹായിക്കണ്ടേ? അത് തന്നെയാ ഞാനും ചോദിച്ചത്. ഒരു വക ചെയ്യില്ല, ആർക്കായാലും അത് സഹിക്കില്ല. സഹിക്കോ? എന്താ മോളെ നീ ഇങ്ങനെ? ഈ വീട്ടിലെ ജോലികൾ നീയും കൂടെ ചേർന്ന് ചെയ്യേണ്ടതല്ലേ? മനസ്സിലായി, ഇപ്പൊ എനിക്ക് എല്ലാം മനസ്സിലായി. ഇത് എല്ലാരും കൂടെ ചേർന്നുള്ള നാടകം അല്ലേ? എന്നെ തകർക്കണം, അതാണ് ആവശ്യമല്ലേ? ഇതാ നിന്റെ പ്രശ്നം. ഭയങ്കര കോംപ്ലക്സാ നിനക്ക്. നീ എന്തിനാ ഈ വീട്ടിലെ ആളുകളെ ശത്രുക്കളായി കാണുന്നേ? ഇവിടെ താമസിക്കുന്നത് അന്യരൊന്നും അല്ലല്ലോ. എന്ന് വെച്ചിട്ട് ഞാൻ ഇതുവരെ ചെയ്യാത്ത ജോലിയൊക്കെ ചെയ്യണമെന്നാണ് വല്യമ്മ പറയുന്നത്. അടിച്ചു വാരി എന്റെ നാട് ഒടിഞ്ഞു. കാര്യങ്ങളുടെ പോക്ക് ഈ നിലയിലാണെങ്കിൽ പലതും എനിക്ക് ആലോചിക്കേണ്ടി വരും. മോളെ, വെല്ലുമയായതുകൊണ്ട് പറയാ, വെറുതെ സാഹസം ഒന്നും ചിന്തിക്കണ്ട. അവളില്ലേ സ്വാതി, അവള് കലി തുള്ളി നിൽക്കുക. വെറുതെ അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൂട്ടണ്ട. ഓ, ഭീഷണി അതൊക്കെ കൊറേ കണ്ടിട്ടുള്ളവളാ ഈ ഗൗരി. ഇനി എന്തെങ്കിലും പറഞ്ഞു വന്നാ അപ്പ അറിയാം എന്റെ തനി സ്വരൂപം. വയറ് ശരിക്കും നിറഞ്ഞു തോന്നുന്നല്ലോ.
പിന്നെ അളിഞ്ഞ പഴങ്ങി ചുടിച്ച് നിറയതിരിക്കോ? പണ്ടാരം നാശം പിടിച്ച സാധനം. എന്തു പറ്റി? വയറ് ഉരുണ്ട് കേറുന്നു. ഭക്ഷണത്തെ ഇങ്ങനെ ശപിക്കില്ല ഗൗരി. ഈ ലോകത്ത് എത്രയോ കൂടി ജനങ്ങളുണ്ടെന്നറിയോ? ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ഭാഗ്യമില്ലാത്തവര്. നിനക്കിപ്പോ പഴങ്കഞ്ഞിയെങ്കിലും ഉണ്ടല്ലോ. അതിന് മോൾ ഈശ്വരനോട് നന്ദി പറയും. ശരി ഭഗവാനെ, ഇന്നത്തെ അളിഞ്ഞ പഴങ്കഞ്ഞിക്ക് ഞാൻ നന്ദി പറയുവാ. നാളെയും തരണേ. മതിയോ? ഓ, ഒരു പഴങ്കഞ്ഞി നന്ദി പറച്ചിലും. സ്വാതി പണി തുടങ്ങിയില്ലേ? അതെ, മുറ്റം അടുപ്പിച്ചു, അടുക്കള ജോലി മുഴുവൻ ചെയ്യിപ്പിച്ചു. അതിന്റെ ദേഷ്യം. അല്ല, ഇവിടെ വന്നിരിക്കണോ? നമുക്കേ ജോലി ചെയ്യണ്ടേ? ഞാനെന്താ നിന്റെ അടിമയോ അതോ യന്ത്ര മനുഷ്യനോ പണിയെടുപ്പിച്ച് കൊല്ലാൻ? മുറ്റടിച്ചപ്പോഴേക്കും ഇങ്ങനെയായി. അപ്പൊ അലക്കി കഴിഞ്ഞാ എന്ത് പറയും? അലക്കോ? അതെ, അലക്ക്, വാഷിംഗ്. ചേച്ചി, ആ തുണികളിങ്ങ് കൊണ്ടുവാ. ഇത് മുഴുവൻ ഞാൻ അലക്കണമെന്നാണോ പറയുന്നേ? അതെ. അറിയാൻ വയ്യഞ്ഞിട്ട് ചോദിക്കുക, നിനക്ക് തലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എടി, ഇത്രയും തുണി അലക്കിയ പിന്നെ ഞാൻ ബാക്കി ഉണ്ടാവില്ല. അയ്യേ അപ്പി, അത് വെറുതെ തോന്നണേണ്. എന്നും ഞാൻ ഇത്രയൊക്കെ നനയ്ക്കാറുള്ളല്ലേ? ഓ, അത് നീ. നിനക്കതൊക്കെ ശീലമല്ലേ? ഞാൻ എങ്ങനെയാണോ? ഇങ്ങനെയൊക്കെയാ ചേച്ചിയെ പോലെ ആവുന്നേ. വിറക് കയറിയ വല്ലതും വച്ചുണ്ടാക്കാം. കഴിക്കേണ്ടെന്നങ്ങ് വെക്കും. ഒരു വിറക് കീറിപ്പിക്കാൻ വന്നിരിക്കുന്നു, അത് ഞാന്. എനിക്കതായിരുന്നല്ലോ പണി. നീ ചെയ്യും, ചെയ്യിച്ചിട്ടേ ഞാൻ വിടും. പിന്നെ ഒന്ന് പോടി അവിടുന്ന്. എടീന്നോ? പേര് വിളിക്കടി. വിളിച്ചില്ലെങ്കിൽ ഞാൻ എടുത്തു കിണറ്റിടും. വല്ലിമേ, വല്ലിമേ, ദേ വല്ലിമേ, ഇവളെന്നെ ഭീഷണിപ്പെടുത്തുവാ. ഇവളാരാ ഇവിടുത്തെ ഗുണ്ടയോ? എന്നോട് വിറക് കീറാൻ പറയാൻ. കീറാൻ പറഞ്ഞ കീറണം. ഗ്യാസ് തീർന്നിട്ടല്ലേ? അതിന് സ്പെയർ കുറ്റി ഉണ്ടല്ലോ. ഉണ്ടെന്നാ വിചാരിച്ചത്, അതും കാലിയായി. എന്നാ അടുത്തുനിന്ന് എങ്ങനെ വാങ്ങാം? അതൊന്നും വേണ്ട, തെണ്ടാനൊന്നും നിക്കണ്ട. എന്തായാലും പുകയില്ലാത്ത അടുപ്പുണ്ടല്ലോ, കുറച്ച് വിറക് കീറി തന്നാലെന്താ? അമ്മടി, നീ വിറകൊന്നും കീറി. എനിക്ക് അയ്യോ, എന്റെ നടുവിന് പ്രശ്നമുള്ളതോ? ദേ നിക്കല്ലേ, ഇവള് കീറട്ടെ. നല്ല തടിയാണല്ലോ, അതൊക്കെ ഒന്ന് ഉടയട്ടെ. തടി നിനക്കും ഉണ്ടല്ലോ, ആദ്യം അത് ഇളകട്ടെ. നീ കീറിയാ മതി, സ്വാതി കീറിച്ചിട്ടേ വിടും. അതൊക്കെ ഞാൻ ഏറ്റുമേ. മര്യാദക്ക് കീറുന്നോ അതോ ഞാൻ നിന്നെ കീറണോ? ഇത് പീഡനമാ. ഞാൻ വനിതാ സെല്ലിൽ പരാതി കൊടുക്കും. കൊടുത്തോ, എവിടെ വേണോ കൊടുത്തോ. എന്തും നേരിടാൻ ഞാൻ തയ്യാറാ. അതെ, നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റിലെത്താം. എന്താ? നമുക്കേ അമ്പിളിയെ കൊണ്ട് ചെയ്യിക്കാം. പറ്റില്ല, നീ തന്നെ കീറണം. എനിക്ക് അറിയില്ല സ്വാതി. ഞാൻ കാണിച്ചു തരാം. ഞാൻ ചെയ്യുന്ന പോലെ അങ്ങ് ചെയ്താ മതി. സ്വാതി, ഒന്നുമില്ലെങ്കിലും നമ്മൾ ബന്ധുക്കളല്ലേ, ഒരുമിച്ച് നിൽക്കേണ്ടവരല്ലേ? അടവൊക്കെ കൈ വെച്ചിരുന്നാ മതി. മര്യാദക്ക് വാടി. ഇല്ല. വരാൻ. വരണോ? എവിടെ വിറക് കിടക്കുന്നേ? വാ. അയ്യോ സ്വാതി, ഒന്ന് പറയുന്ന കേക്ക്. എന്നെ വീട്. ഇത് വല്ലാതങ്ങ് കുറഞ്ഞു പോയല്ലോ. ഒരു 2 ലോഡും കൂടെ ഇറക്കിയിട്ടായിരുന്നില്ലേ? ഗ്യാസ് സമരം നീണ്ടുപോയാ ചിലപ്പോ ഇറക്കേണ്ടി വരും. എന്നാ പിടി. അയ്യോ, എന്ത് വെയിറ്റാ! ഇതുകൊണ്ടാണോ ഞാൻ കീറേണ്ടത്? അതെ, ഇതിന്റെ പേരാ കോടാലി. ഞാൻ കരുതി അത് നിന്റെ പേരാണെന്ന്. തമാശ പറഞ്ഞ് നേരം കളയാതെ വേഗം കീറ്. ഓ അയ്യോ, അങ്ങനെയല്ല, നല്ല ബലത്തില്. ആ, അങ്ങനെ. എല്ലാം അറിയാം. എന്റെ ദൈവമേ. മോളെ, തുടരുതന്നെ. അന്യനെ തൊടുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ നിന്റെ അമ്മയല്ലേ? അമ്മയോ? ഏതമ്മ? ആരുടെ
വേണ്ടമ്മ, എനിക്ക് അമ്മയില്ല.